സോ ഗായ്സ്, ഞാൻ ഇന്ന് സാധനം മേടിക്കാൻ മാമൂട്ടി പോയപ്പോൾ ഒരു സംഭവം കണ്ടു. അവിടെ കുറച്ച് ആൻറ്റിയൊക്കെ എന്തോ സൈഡൊക്കെ ഒന്ന് ചെത്തി അവിടെയൊക്കെ ചെടിയൊക്കെ നടന്നു. അപ്പോൾ കാര്യം എന്തോന്ന് വെച്ചൊന്ന് നോക്കാമെന്ന് വെച്ചിട്ട് അവിടെ പോകാമെന്ന് വെച്ചു. മമ്മി രാവിലെ ഇതിൻ്റെ കാര്യം പറയുന്നുണ്ടോ, ഇനി മമ്മി അവിടെ ഉണ്ടെന്ന് പോയി നോക്കിയിട്ടൊക്കെ ഒന്ന് വരാം. എന്നിട്ട് നിങ്ങൾക്ക് പറയാം മമ്മി ഉണ്ടോ ഇല്ലയോ എന്ന്. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയത് വീട്ടിൽ. എന്നാൽ നമുക്ക് നേരെ അങ്ങോട്ടോ, ഞാൻ ഒന്ന് റെഡി ആയിട്ട് പോയി അവിടുത്തെ വീഡിയോ ഒക്കെ എടുക്കാം. നമ്മുടെ കുടുംബശ്രീ ഉണ്ടായിട്ട് 25 വർഷം പൂർത്തിയായി, 26ാം വർഷം തുടങ്ങുകയാണ്. ലോകത്തിൽ തന്നെ മാതൃകയായ ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ പ്രസ്ഥാനം. 46 ലക്ഷം വനിതകൾ തെരഞ്ഞെടുത്തുകൊണ്ട് ഇന്ന് കേരളത്തിൽ ഇതുപോലെ റോഡിൻ്റെ എല്ലാ വർഷങ്ങളിലും സൗകര്യവൽക്കരിക്കുകയും അതിൻ്റെ പ്രധാന ലക്ഷ്യം നമ്മുടെ പ്ലാസ്റ്റിക് ഉള്ള മാലിന്യങ്ങൾ, മറ്റ് കുട്ടി വേസ്റ്റുകളൊന്നും ഇല്ലാതെ നമ്മുടെ റോഡ് സൈഡിലെ ഗ്രാമീണ റോഡുകളെല്ലാം സൗന്ദര്യവൽക്കരിക്കാം. ഇത് ഏറ്റവും പത്തനംതിട്ട ജില്ലയിൽ മാത്രമാണ് ഇങ്ങനൊരു കാഴ്ചപ്പാട്. നമ്മുടെ ബഹുമാനപ്പെട്ട DMCയുടെ ഒരു കാഴ്ചപ്പാടായിരുന്നു. എല്ലാ ഗ്രാമീണ റോഡുകളും ഒരു പ്രദേശത്തെ 100 മീറ്റർ കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് അവിടെ 350 ചെടിയാണ് നടുന്നത്. ആ നടുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ ഈ വേസ്റ്റ് അവിടെ ഉപയോഗിക്കാതിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ സ്ത്രീകളെ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുകയും നമ്മുടെ വരുമാന മാർഗങ്ങളിലേക്ക് എത്തിക്കുകയും അങ്ങനെ ഒരു വലിയ പ്രസ്ഥാനമായ കുടുംബശ്രീയുടെ 26ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും എല്ലാവർക്കും, അതുപോലെ ജില്ലയിലെ ഇപ്രാവശ്യവും മികച്ച സ്റ്റുഡിയോസുകളെ കണ്ടെത്തുന്ന മികച്ച ഏരിയസുകളെ, അതാണ് ഏരിയസിൻ്റെ നേതൃത്വത്തിൽ ഇതുവരെ കുടുംബശ്രീക്കും വാക്യം നടത്തും. ഏരിയസിന് വാക്യം മാത്രം നടത്തി ചുരുങ്ങിയ രീതിയായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല. ഏരിയസിന് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ഏരിയസിൻ്റെ ഒരു കൾച്ചറൽ ആൻഡ് റിക്രിയേഷൻ സെൻ്റർ, അതായത് നമ്മുടെ കലാപരമായ സർഗാത്മകമായ കഴിവുകളെ വളർത്തുകയും നമുക്ക് ഇതിനെ കൂടി ആദരിക്കാനും നമ്മുടെ കലാപരിപാടികളെ കുറിച്ച് ആസൂത്രണം ചെയ്യുന്നതിന് ഒരു റിക്രിയേഷൻ സെൻ്ററാക്കി മാറ്റുകയാണ് നമുക്ക്. ഇത് നമുക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏരിയസിൻ്റെ ഒരു അംഗൻവാടി കെട്ടിടങ്ങളിലൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ ഇല്ല എങ്കിൽ നമുക്കൊരു കെട്ടിടം, നമുക്കൊരു ഓഫീസ് സംവിധാനം പണിത് തരാൻ പഞ്ചായത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളെല്ലാം നമുക്ക് അങ്ങനെ എല്ലാ വാർഡുകളും ഏരിയസിനും ഒരു അടിത്തറ അതാണ് നമ്മുടെ ആ പരിപാടിയാണ്. ഇതിനുശേഷം നമ്മൾ നമ്മുടെ വിവിധ കലാപരിപാടികളാണ് ഉള്ളത്. ആ കലാപരിപാടികൾ നമ്മൾ അന്ന് തീരുമാനിച്ച പ്രകാരം നാളിലാണ് നടത്തുന്നത്. ഉച്ചഭക്ഷണത്തോടു കൂടിയാണ് പിരിയുന്നത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ഉദ്ഘാടനം മാത്രം നമുക്ക് മെമ്പറേയും കൊണ്ട് നമ്മുടെ കോഡ് ഓഫ് കോണ്ടാക്ട് നിലനിർത്തുന്നതുകൊണ്ട് ചെയ്യാൻ മനസ്സിലായിരുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇന്ന് നമ്മൾ ചെയ്ത് ഏറ്റവും മുതിർന്ന ഒരു അയൽക്കൂട്ട അംഗത്തെയും കൊണ്ടോ നമ്മുടെ ഏറ്റവും ബാലസഭയുടെ കുട്ടിയെയും കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം നമ്മൾ 350 ചെടികൾ നട്ടുവെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നമ്മൾ എവിടെയാണോ നമ്മൾ കൂടാൻ തീരുമാനിച്ച് അവിടെ തന്നെ കൂടുന്നു. അതിനുശേഷം നമ്മൾ ഉച്ചഭക്ഷണത്തോടെ പിരിയും. അപ്പം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. സോ ഗൈസ്, അവരിവിടെ ചെടിയൊക്കെ നട്ടിട്ടുണ്ട്. ഈ എല്ലാ ഏരിയയിലും ചെടി നടുകയും അവിടെ പല ഏരിയ ചെത്തി വൃത്തിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ അവിടെ നിന്ന് വേറെ ഒരു സ്ഥലത്തോട്ട് ഞങ്ങൾ പോവുകയാണ്. അവിടെ ഏതോ ഒരു ഭാഗത്തൊക്കെ ചെടി നടാൻ, ഏത് ഭാഗം എന്ന് അറിഞ്ഞൂടെ അവരങ്ങോട്ട് പോകുന്നൊക്കെ കണ്ടായിരുന്നു. അവർ ഈ ചെടി നടുന്നത് മാത്രമല്ല, അവർ ചെടി നടുക അല്ലാതെ ഈ അവിടെ ഏരിയ ക്ലീൻ ചെയ്യുക അല്ലാതെ വേറെയും കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഈ പ്രായമുള്ള ആൾക്കാരെ ആദരിക്കുന്നതിനും പിള്ളേരെ സമ്മാനിക്കുന്നതിനും പൂക്കൾ കൊണ്ട് ബാക്കിയുള്ള ഏരിയകളെല്ലാം ക്ലീൻ ചെയ്ത് അവിടെ നല്ല ചെടിയൊക്കെ നട്ട് ഇവിടെ ഈ കാട് പിടിച്ചിരുന്ന ഏരിയ ഒക്കെ ചെത്തി വൃത്തിയാക്കി അവിടെ നല്ല ചെടി ചെയ്യുന്നതും ഈ ഭാഗമൊക്കെ നല്ല ക്ലീൻ നീറ്റ് അവിടെ ചെടിയാക്കിയതൊക്കെ ഈ ഭാഗത്തും ചെടിയൊക്കെ എല്ലാം അവർ പകുതി മുക്കാലും സ്ഥലങ്ങളിൽ ചെടി നട്ടു. വയസ്സായ ആൾക്കാർക്ക്
പൂക്കൾ കൊണ്ട് ആദരിച്ചു. ഞാൻ അവിടെ പോയിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. അവിടെ ഈ കുടുംബശ്രീയിലെ ആൻറ്റികളെല്ലാം കൂടി അവിടെ സൈഡെല്ലാം ചെടിയൊക്കെ നട്ടു വെക്കുന്നുണ്ടായിരുന്നു. സൈക്കിളോട്ട് ചെടിയൊക്കെ നട്ടു വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ CDSലെ ചെയർപേഴ്സൻ്റെ ആൻറ്റി ഉണ്ടായിരുന്നു. ആൻറ്റി എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തായാലും അവരിത്ര ചെയ്യുന്നില്ലേ, നല്ല വീഡിയോ. അപ്പോൾ ഇത്ര ചെയ്യുന്നുണ്ട്, വീഡിയോ ഒക്കെ എടുക്കുന്നത് നല്ലതല്ലേ. അവിടെ എല്ലാം നല്ല നല്ല ചെടിയൊക്കെ വെച്ച് നല്ല ക്യൂട്ട് പൂക്കളൊക്കെ ഉള്ള നല്ല ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും കുറച്ച് ദിവസമായിട്ട് ചെടിയുടെ വീഡിയോ ഇടുന്നുള്ളല്ലോ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ 2 വീഡിയോയും ചെടിയുടെ അല്ലേ. എന്തരട്ടെ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. ചാനൽ പുതിയതാണ്, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം കമൻറ്റ് ചെയ്യണം ഏത് പാട്ടാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോഴത്തേക്കും ബൈ ബൈ.